നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനമാണിന്ന്. ഇന്ന് നിയമനിർമ്മാണ നടപടികളിലേക്ക് സഭ കടക്കും. PSCയുമായി ബന്ധപ്പെട്ട ബില്ലാണ് സഭ ഇന്ന് പരിഗണിക്കുക. അതേസമയം സഭ പ്രക്ഷുബ്ധമാക്കുക എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ADGP MR അജിത് കുമാർ വിഷയം, മലപ്പുറം വിഷയം എന്നിവ സഭയിൽ ഉയർത്തി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനം. ഇതിന്റെ വിവരങ്ങളുമായി ഷീജയാണ് ചേരുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തിങ്കളാഴ്ച തന്നെ നിരവധി വാർത്തകളുമായിട്ട് വരുന്ന ഒരു പ്രഭാതം. ഇന്ന് നിയമസഭയുടെ രണ്ടാം ദിവസമാണ്, സമ്മേളനം ചേരുന്ന രണ്ടാം ദിവസം. ഈ പറയുന്ന വിഷയങ്ങൾക്കൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ എന്താണ്? ആദ്യം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും ഗുഡ് മോർണിംഗ് പ്രിയ. ഏതായാലും ഇന്ന് സംഭവബഹുലമായ ഒരു ദിവസമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ സഭാ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമാണ്. ഇന്നത്തെ ഈ രണ്ടാം ദിനം പ്രധാനമായും നിയമനിർമ്മാണ നടപടികളിലേക്കടക്കം സഭ കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇന്നിപ്പോൾ ഒരു ബില്ലാണ് സഭ പരിഗണിക്കുന്നത്. അത് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലാണ് സഭയിൽ പരിഗണിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്കറിയാം നിരവധി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ സഭയിൽ ഉയർന്നു വരുന്നതായിരിക്കും. പക്ഷേ നിലവിൽ ഈ ഒരു സഭാ സമ്മേളനത്തെ ആദ്യ ദിവസം നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയുകയായിരുന്നു. മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ സഭ പിരിഞ്ഞതിന് ശേഷം പൂർണ്ണതോതിൽ സഭ ആരംഭിക്കുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മുതൽ തന്നെ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുക, അല്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാക്കി മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനമാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുക. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ അവർ സഭയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ADGPയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാർ കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിച്ചിരുന്നു. കാരണം മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ADGP MR അജിത് കുമാറിനെതിരെ ഈ പറയുന്നത് പോലെ ഒരു ആരോപണം ഉയരുമ്പോൾ തന്നെ, അത് രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടല്ല, അത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ തന്നെ MR അജിത് കുമാർ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ അന്വേഷണത്തിന് 1 മാസത്തെ കാലയളവായിരുന്നു മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ്. ആ അന്വേഷണം പൂർത്തിയാക്കി ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് DGP റിപ്പോർട്ട് കൈമാറുന്നത്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശദമായി പരിശോധിച്ചു. ഈ പരിശോധനകൾക്ക് ശേഷം രാത്രി തന്നെ അതിൽ തീരുമാനമെടുത്തു, അടിയന്തരമായി തന്നെ അതിൽ തീരുമാനമെടുത്തു എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെതിരായിട്ടുള്ള കണ്ടെത്തലുകളുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റിയിരുന്നു. സായുധ പോലീസ് ബറ്റാലിയനിലേക്കായിരുന്നു മാറ്റം. പകരം ചുമതല ഇന്റലിജൻസ് ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാമിന് നൽകുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം പാലിച്ചു മാത്രമേ സർക്കാരിന് ഒരു വിഷയത്തിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോയത്. പക്ഷേ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചതും ആ രീതിയിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയതും. അതുകൊണ്ട് സർക്കാർ ഈ രീതിയിൽ നടപടിയെടുത്തെങ്കിൽ പോലും ആ നടപടി മാനിക്കാതെ ഈ വിഷയത്തിൽ പ്രതിഷേധമുയർത്തുക, വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷം നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ഈ വിഷയം പ്രത്യേകിച്ചും ADGPയുടെ വിഷയവും അതോടൊപ്പം തന്നെ മലപ്പുറം വിഷയമുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹിന്ദു ദിനപത്രത്തിൽ വന്ന ആ പരാമർശം ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ആ രീതിയിലുള്ള പരാമർശം നടത്തിയതല്ല, അതുകൊണ്ട് അത് പിൻവലിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തെയും രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഒരു ശരിയായ നിലപാടാണ് എന്നുള്ളത് വലിയ തോതിൽ ഇതിനകം തന്നെ ചർച്ചയായ വിഷയം കൂടിയാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ഏതായാലും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയിൽ പ്രതിഷേധമുയർത്തുക, അല്ലെങ്കിൽ സഭ തടസ്സപ്പെടുത്തുക, പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. ഏതായാലും സർക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് സർക്കാരിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. സർക്കാർ കൃത്യമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരെയും സംരക്ഷിക്കുന്ന നിലപാടല്ല ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്, ഇനി സ്വീകരിക്കാൻ പോകുന്നതും. അതുകൊണ്ട് സർക്കാരിന് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തുടക്കം മുതൽ പ്രതിഷേധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കാരണം രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും
ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഏതായാലും സർക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഏത് വിഷയമാണെങ്കിലും അതിൽ സർക്കാരിൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്. ശരിയായ രീതിയിലുള്ള നിലപാടും നടപടികളും സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി മുന്നോട്ട് പോകുക, ഇത് തന്നെയായിരിക്കും നിയമസഭയ്ക്കുള്ളിലും ഭരണപക്ഷം സ്വീകരിക്കുന്ന നിലപാട്. പ്രിയ. ഷീജ, നമ്മൾ ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്നിട്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അനാവശ്യമായ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ വാർത്തകളൊക്കെ പടച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ നിരീക്ഷിച്ചതാണ്. ഇത് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, നേരത്തെയും നമുക്ക് ചരിത്രമുണ്ട്. പല ഘട്ടങ്ങളിലും ഇങ്ങനെ പല വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ എതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും അന്വേഷണവും അതിൽ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളൂ. ഈ ഒരു വിഷയം വന്നപ്പോഴും ആദ്യ ദിവസം മുതൽ തന്നെ നമ്മളൊക്കെയും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അന്വേഷണം ഉണ്ടാകുമെന്ന്. പക്ഷേ അവിടെയും ഇത്തരത്തിൽ ചില ഗൂഢാലോചനകളുടെയും മറ്റും ഒരു നീക്കം കണ്ടത് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതല്ലേ? ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണല്ലോ ഇവിടെയും സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ ഇതാ നടപടി ഉണ്ടായിട്ടും പ്രതിപക്ഷം ആഞ്ഞടിക്കും അല്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ലേ? തീർച്ചയായും പ്രിയ, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഈ വിഷയത്തിൽ ഏത് രീതിയിൽ ആണ് ഒരു സർക്കാരിന് നടപടി സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നിലവിൽ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ആ രീതിയിൽ ഉയർത്തി മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഒരു MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ആരോപണം വരുന്നൊരു ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടായിട്ടില്ല. ആ ഒരു പരാതി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘം എപ്പോൾ ഒരു 30 ദിവസത്തെ, അതായത് ഒരു മാസത്തെ കാലയളവാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ വിഷയം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു തരത്തിലുള്ള വീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഓരോ ഘട്ടത്തിലും സർക്കാർ ഓരോ തരത്തിലും കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിക്കുമ്പോഴും അതിനെയൊക്കെ വലിയ തോതിൽ സർക്കാരിനെതിരെ പ്രചരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ സർക്കാർ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ അത് ഏറ്റുപിടിച്ച് ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നിലപാട്, അതാണ് നമ്മൾ കണ്ടത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രിയും സർക്കാരും, അതായത് മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സർക്കാരിന് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഉടനെ തന്നെ അടിയന്തരമായി ഒരു നടപടി അതിൽ സ്വീകരിക്കാൻ, വിധേയനായ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ അന്വേഷണം നടത്തും, പരിശോധന നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല, കർശന നടപടി ഉണ്ടാകും. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് പക്ഷേ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടും അതിനെയും അതായത് ആ വിഷയത്തെയും സ്വീകരിക്കാതെ, ആ നടപടിയെ ഉൾക്കൊള്ളാതെ അതിനപ്പുറത്തേക്ക് ആ വിഷയത്തെ രാഷ്ട്രീയപരമായി മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. പ്രിയ. ശരി ഷീജ, എന്തായാലും ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് 2ാം ദിനം ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായും ഷീജ നൽകിയത്. ഇന്ന് നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കും കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കും എന്ന നിലപാടിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ADGP MR അജിത് കുമാറിൻ്റെ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ മലപ്പുറം വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.